വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, ഈ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഇപ്പോൾ നാട്ടുകാർക്ക് അതിൽ കുറഞ്ഞ എന്തുകൊണ്ടും നാട്ടുകാർ അവരുടെ രോഷം ശമിക്കില്ല. കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഏതവസ്ഥയിലാണ് വിപിൻ? ഇപ്പോൾ മയക്കുവെടി വയ്ക്കുക എന്നുള്ളതാണ് ആഷ്മിയെ പ്രാഥമികമായിട്ട് ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുള്ളത്. അതിന് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കാളികാവിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് അക്കാര്യമാണ്. മറ്റൊന്നുള്ളത് ഇവിടുത്തെ കാട് വെട്ടിത്തെളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉറപ്പുകളൊക്കെയാണ് സൗത്ത് DFO ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്നത്. നാട്ടുകാരുമായിട്ടുള്ള ഈ ചർച്ചയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ ഇതിലവർ ഇപ്പോൾ വിടാൻ തയ്യാറല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ളത്. കാരണം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഉറപ്പുകൾ കിട്ടിയതെല്ലാം പാഴായിരിക്കുന്നു എന്നുകൂടിയാണ് അവർ പറയുന്നത്. അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും സൗത്ത് DFOയുടെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുൾപ്പെടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ കടുവേനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് ഓൾറെഡി പാലക്കാട് നിന്നും കുങ്കിയാനകളടക്കമുള്ള സംഘങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. വയനാടിൽ നിന്ന് ഇപ്പോൾ പാലക്കാടാണ് ചീഫ് വെറ്റിനറി ഡോക്ടറായിട്ടുള്ള മയക്കുവെടി വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ അരുൺ സക്കറി ഉള്ളത്. അദ്ദേഹവും അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ടീമും പുറപ്പെട്ട് കഴിഞ്ഞു. അവരിവിടെ വന്നിട്ട് അതിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ശക്തമായ സഹകരണം വേണം. ഇവിടെ ആനയ്ക്ക് ഒരു ക്യാമ്പ് ചെയ്യാനുള്ള ഇത് നമുക്ക് രാത്രി പെട്രോളിംഗ് നടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശക്തമായ സഹകരണം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക. അതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മുകളിൽ നിന്നേ പറഞ്ഞാണ് നമ്മളിതൊക്കെ എഴുതി തരാൻ തയ്യാറാണ്. അല്ലേ, നിങ്ങൾക്കിത് മനസ്സിലായി സംഗതി പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? നിങ്ങൾക്കിത് പറഞ്ഞ കാര്യങ്ങൾ ഒരു മിനിറ്റ് സാർ. അതെ 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 സാറേ, ഞാൻ ചോദിക്കട്ടെ, ഇതിന് നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇതിൽ കാര്യങ്ങളിലൊന്നും കുഴപ്പമില്ല സാറേ? എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. അരുൺ സക്രിയുടെ ടീമും ഡോക്ടർ അരുൺ സക്രിയുടെ ടീമും നഷ്ടപരിഹാരം 1500 കോടി നാളെ തന്നെ കൊടുക്കും. ബാക്കിയുള്ള ലീഗൽഷിപ്പ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പൈസയ്ക്ക് വേണ്ടി എഴുതും. ആഷ്മി, കടുവയെ പിടികൂടുക എന്നുള്ളതിനാണ് ആദ്യത്തെ പ്രാധാന്യം എന്നുള്ളതാണ് ഇപ്പോൾ DFO 24 പറഞ്ഞിരിക്കുന്നത്. അതിനായി ഒരു സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. മയക്കുവെടി വയ്ക്കുന്നതിനൊക്കെയുള്ള ഒരു സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഒപ്പം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി എവിടെയാണ് കടുവ എന്നതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോഴും ആ പ്രതിഷേധം അതുപോലെ തന്നെ തുടരുകയാണ്. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് തൊട്ടു മുൻപുള്ള പ്രതിഷേധം ഇവിടെ ഇപ്പോഴും നടക്കുകയാണ്. കാളികാവിലാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം. അവിടെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ പിടിച്ച് കൊന്നിരുന്നു, കടുവ കടിച്ചുകൊണ്ടുപോയി കൊന്നിരുന്നു. അവിടെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. DFOയെ തടഞ്ഞിട്ടാണ് അവരുടെ ആ പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്നത്. ഈ പറയുന്നത് പോലെ നേരത്തെയൊക്കെ സ്ഥിരമായി കടുവ ഉള്ള സ്ഥലമാണ് എന്ന് നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാർ അത് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വളർത്തുമൃഗങ്ങളെ കോഴിയെയും ആടിനെയും അടക്കം പിടിച്ചുകൊണ്ട് പോകുന്ന കൊല്ലുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത് പലയാവർത്തി പറഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കൂട് സ്ഥാപിക്കലടക്കം പലയാവർത്തി പറഞ്ഞ് പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും സംഭവിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നത്. അവിടെ ഇപ്പോൾ DFOയെ തടഞ്ഞാണ് അവരുടെ പ്രതിഷേധം. ഇന്ന് വരെ കുടുംബത്തിന് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഇന്ന് കാത്തു നിൽക്കേണ്ടി വന്നു. ഇതിന്റെ മുമ്പ് ഈ പ്രദേശത്തുള്ള ഒരാളുടെ 8 ആടുകളെ കൊണ്ടുപോയിക്കൊണ്ട് ഈ പുലി തിന്നിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സമ്മതിക്കൂല. അധികാരികൾ വന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം കിട്ടണം ഈ നാട്ടിലുള്ള ആളുകൾക്ക്. ഒരു തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആഷ്മി, മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പലപ്പോഴും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പോലീസുമായിട്ടുള്ള ഒരു ഉന്തും തള്ളിലേക്കും നാട്ടുകാർ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം 2-3 മാസം മുൻപ് തന്നെ ഇവിടെ കടുവയുടെ സാന്നിധ്യം പലപ്പോഴായി പലരും കണ്ടതാണ്. അത് വനം വകുപ്പിനെ അറിയിച്ചതാണ്. പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, ഒരു ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ അത് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരെ ഇത്രയേറെ പ്രകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കടുവയെ പിടികൂടാനുള്ള ഒരു നിലപാടുണ്ടാവണം. ഇപ്പോൾ
ഒരാൾ മരിച്ചതിന് ശേഷം മാത്രമുള്ള ഒരു ശക്തമായ ഇടപെടൽ അല്ലെങ്കിൽ കുങ്കിയാനകളെ കൊണ്ടുവരുന്നു. ഡോക്ടർ അരുൺ സക്കറിയ സംഘവും ഉൾപ്പെടെ ഇവിടെ എത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യം ഇവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്ന തിടുക്കപ്പെട്ട നടപടി എന്നതിന് മാത്രമാണ് 5 ലക്ഷം രൂപ കൊടുത്ത് ഒഴിവാക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് ഈ നാട്ടുകാർ ഇപ്പോൾ പ്രധാനമായും പരാതി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി 5 ലക്ഷം രൂപ കൊടുത്ത് ഒഴിവാക്കാൻ ഇത് അനുവദിക്കില്ല, ഇതിലൊരു നിലപാടുണ്ടാകണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യമാണ്. DYSP ഉൾപ്പെടെയുള്ളവരുമായി നാട്ടുകാർ അതൊരു ഉന്തും തള്ളിലേക്കൊക്കെ പോകുന്ന കാഴ്ച ഇപ്പോൾ കാളികാവിൽ നിന്ന് കാണാൻ സാധിക്കും. കടുവ കടിച്ചു കൊന്നതിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അവിടെ തുടരുകയാണ്. ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ കടുവ കടിച്ചു കൊന്നത്. അതിൽ ഈ സംഭവത്തിൽ മാത്രമല്ല അതിൽ പ്രതിഷേധം, കടുവയെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് മാത്രമല്ല അതിലെ പ്രതിഷേധം. നേരത്തെ ഉണ്ടായ സംഭവത്തിൽ നഷ്ടപരിഹാരം പോലും കൊടുക്കാത്ത കാര്യം അവിടുത്തെ ഒരു നാട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു. അത് എന്ത് സംഭവമാണെന്നറിയില്ല. നേരത്തെയും അവിടെ മനുഷ്യർക്ക് നേരെ കടുവ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. പക്ഷേ ഒരാളുടെ തന്നെ 8ഓളം ഒരു വീട്ടിൽ തന്നെ 8ഓളം ആടുകളെ കടുവ പിടിച്ചു കൊന്ന കാര്യം അവർ പറയുന്നു. അതേപോലെ നിരന്തരമായി ആ മേഖലയിൽ നിന്ന് കടുവയും കോഴിയും ഒക്കെ കടുവ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് 2 കിലോമീറ്ററോളം വനമേഖലയിൽ നിന്ന് ഇപ്പുറമുള്ള സ്ഥലമാണ് ഇത് ഇന്നും അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ മേഖലയിൽ വന്ന് കടുവ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം അത് ബധിരകർണങ്ങളിൽ പതിച്ചു. ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ രോഷത്തോടു കൂടി പറയുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഒരു പാവ മനുഷ്യനെ, ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ജീവസന്ധാരണത്തിന് പോയ ഒരാളാണ്. കടുവ കടിച്ചുകൊണ്ടുപോയി ഏതാണ്ട് ഭക്ഷിച്ച നിലയിലൊക്കെയാണ് കണ്ടെത്തിയത്. കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരാൾ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ അതൊന്നും ആകുമായിരുന്നില്ല. 2 പേരുടെ ജീവൻ പൊലിയേണ്ടതാണ്. ഒരാൾ ഭാഗ്യം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് കടുവയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ ഗഫൂർ എന്നൊരാളാണ് ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളിയാണ് കടുവ കടിച്ചു കൊന്നത്. മൃതദേഹം കണ്ടെടുക്കുമ്പോൾ കടുവ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തിന്ന അവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങേറ്റം സങ്കടകരമാണ്, വേദനാജനകമാണ്. കടുവയെ കൊല്ലണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനുവാദം കിട്ടിയാൽ മയക്കോടി വെക്കാം എന്നുള്ളതാണ് ഇപ്പോൾ DFO പറയുന്നത്. കൊല്ലുക എന്നതിൽ കവിഞ്ഞ് നാട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മയക്കുവെടിയോടൊന്നും അവർക്ക് അനുകൂലിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. എന്തായാലും ഇപ്പോൾ കാളികാവിൽ നിന്ന് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളും എത്തും. എന്തായാലും അരിച്ചു പറക്കിയ ആ കടുവയെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്.